ഹായ് ഫ്രണ്ട്സ്, ജലപാതകൾക്ക് ഇരുവശമുള്ള അമ്പരച്ചുംബികളും ദുബായ് വാട്ടർ കനാലിൻ്റെ ഒരു മനോഹാരിതയും ഷെയ്ഖ് സയ്യിദ് റോഡിൻ്റെ പ്രൗഢിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പറ്റിയ ഒരിടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ദുബായ് മറീന വാക്ക്. ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ബുർജ് ഖലീഫൻ്റെ താഴെ പോയിരുന്ന ഒരു ഫോട്ടോ. അതുപോലെ ദുബായ് മറീന മാള്, എമിറേറ്റ്സ് മാള്, ഇബിൻ ബത്തൂത്ത മാള്, അങ്ങനെ UAE മാളായ മാളൊക്കെ നമ്മൾ കറങ്ങിയടിച്ച് ചുറ്റിയടിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ് ദുബായ് മറീന വാക്ക് എന്നുള്ളത്. ഇതൊരു പോഷ് ഏരിയ ആണ്, പക്ഷേ നമുക്ക് ഫ്രീ എൻട്രി ആണ്. പുറകിൽ കാണുന്നതാണ് ഡാൻസിങ് ഫൗണ്ടൻ. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളവും വെളിച്ചവും ലൈറ്റൊക്കെ ആയിട്ട് ഒരു നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. പക്ഷെ ഇപ്പം നമ്മുടെ 3 ദിവസമായിട്ട് ദുബായിയുടെ ഡെപ്യൂട്ടി ഫിനാൻസ് മിനിസ്റ്റർ മരണപ്പെട്ട സാഹചര്യമായതുകൊണ്ട് 3 ദിവസത്തേക്ക് ഇത് ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അപൂർവ സുന്ദര നിമിഷം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല, സോറി. ദുബായ് മറീന എന്നുള്ളത് മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങളെപ്പോലെ ദുബായ് മറീന വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്, ജോഗിങ്ങിനും എക്സസൈസിനും ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, സൈക്ലിങ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഉള്ളൊരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഡോഗ് ക്രൂസ് എന്നുള്ളത്. 60 ദിർഹംസ് ആണ് ഇതിന് ചാർജ് ഈടാക്കുന്നത്. ദുബായ് മറീന വാക്ക് എന്നുള്ളത് ഒരു 7 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു വാക്ക്വേയാണ്. എല്ലാ വാക്ക്വേയിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഫുഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇവിടെ ഏറ്റവും അടുത്തുള്ള ഷോപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് മറീന മാളാണ്. അതുപോലെ ഇവിടെ ഇരിക്കാൻ ഇതേപോലെ 7 കിലോമീറ്റർ എന്തായാലും നടന്ന് ക്ഷീണിച്ച് നടക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഇരിക്കാൻ ഇതുപോലെ ഒരുപാട് ബെഞ്ചസ് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ബെഞ്ചസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിസൈൻഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
എന്നുള്ളത് ഒരു പോഷ് ഏരിയ ആണ്. ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ വന്നാൽ നമുക്ക് യാട്ട് ഉണ്ട്, അതുപോലെ ജെറ്റ് സ്കീ ഉണ്ട്, അബ്ര ഉണ്ട്, ഡോഗ് ക്രൂസ് ഉണ്ട്, സ്പീഡ് ബോട്ട് ക്രൂസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഞങ്ങൾ അബ്ര എടുക്കണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പറ്റുമോയെന്നറിയില്ല, ടൈമൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ പിറകിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ, മോളിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പിടിച്ച് തിരിച്ച പോലെയല്ലേ, ആ ബിൽഡിങ്ങിൻ്റെ പേരാണ് കയാൻ ടവർ. ആ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് 90 ഡിഗ്രിയാണ് ചെരിവുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ട്വിസ്റ്റഡ് ടവർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ചൈനയിലെ ഷാങ്കായ് ടവർ വന്നതോടുകൂടി കയാൻ ടവറിൻ്റെ സ്ഥാനം 2ാം സ്ഥാനത്താണുള്ളത്. ഇനി സൗദി അറേബ്യയിൽ ഒരു ഡയമണ്ട് ടവർ കൂടി വരുന്നുണ്ട് ഇതേപോലെ. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഷാങ്കായ് ടവർ ഫസ്റ്റും ഡയമണ്ട് ടവർ സെക്കൻഡും കയാൻ ടവർ തേർഡും ആയി മാറും. ക്രൂസ് മാത്രമല്ല, ഇവിടെ സ്പീഡ് ബോട്ട് ക്രൂസും ഉണ്ട്. സ്പീഡ് ബോട്ട് ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour 40 minutes ആണ് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഇത് നേരെ അറ്റ്ലാന്റിസിൽ പോയി അവിടുന്ന് ബുർജുൽ അറബൊക്കെ ടച്ച് ചെയ്തിട്ടാണ് വരാം. ഒരാൾക്ക് 200 dirhams ആണ് പെർ ഹെഡ്, കുട്ടികൾക്കാണെങ്കിൽ 100 dirhams. മോഹൻലാലിന്റെ കാസിനോവ എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ? അതിൽ മോഹൻലാൽ നടന്നു വരുന്ന ഇതേപോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇതേപോലത്തെ ഒരു സ്ഥലമല്ല, ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ആ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ചുംബികളുടെ ആകാശമാണ് ദുബായ്. മനുഷ്യന് കയ്യെത്തിപ്പിടിക്കാവുന്നത്രത്തോളം ഉയരത്തിൽ ദുബായ് എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അത് നീലാകാശം ആയാലും നീലക്കടലായാലും.
ഇന്ന് കാണുന്ന ദുബായ് ആയിരിക്കൂല നാളെ പുത്തൻ ദുബായ് ആയിരിക്കും. മറ്റൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ. ദുബായ് മറീന എന്നുള്ളത് ഒരു ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താ ചെയ്യാം? ദുബായിയുടെ ഡെപ്യൂട്ടി ആ എല്ലാ വാക്ക് എന്താണ് പറയുക, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്സ്, അതുപോലെ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്സ് ഇല്ല, സോറി ഉണ്ടോ, ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. ഏറ്റവും അടുത്തുള്ള ഷോപ്പിംഗ് മാളിനുള്ളത് ദുബായ് മാൾ എന്ന് പറയുന്നത് ഷാങ്ക ടയർ എന്ന് വരുന്ന ആ ഷൂട്ട്, അല്ല ആ സീന് ചിത്രീകരിച്ചിരിക്കുന്നത്.